ാണ് പാമ്പ് ചാടുന്നത് താഴ്ന്നത്. കെട്ടിവെച്ചോണ്ടാ ഞങ്ങൾ കടന്നത്. കൂട്ടൊന്നുമില്ല. ബാത്റൂമിലോ പൊളിഞ്ഞ ബാത്റൂമിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണോ നിങ്ങളുടെ ബാത്റൂം? ഞങ്ങളുടെ ബാത്റൂം അതാ. ശരിക്കും പറഞ്ഞാൽ അന്ന് വന്നപ്പോ ഇവരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇവർ മുകളിലേക്ക് നോക്കി കരയുകയാണ്. എപ്പോഴും പാമ്പ് താഴോട്ട് വീഴുന്നതാണ്. അത്രയും ബുദ്ധിമുട്ട്. കരച്ചിൽ മാറി. ഇന്ന് ഈ മുഖത്തൊക്കെ ഒരു ചിരി വരുമ്പോൾ എനിക്ക് സന്തോഷം. മമ്മി തന്നെ കണ്ടുകൊടുക്കും. ചേച്ചി രാത്രി പാമ്പുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി ബാത്റൂമിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അകത്ത് തന്നെ നല്ലൊരു ബാത്റൂം തന്നെ പണിത് കൊടുത്തു. ഇനി വേണ്ടോട്ട് എനിക്ക് നോക്കത്തില്ല. ഞാൻ പാമ്പില്ല. എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവും ഒരാൾക്ക് സ്വന്തമായിട്ടൊരു വീട്, അടച്ചുറപ്പുള്ള വീടെന്ന് പറയുന്ന സ്വപ്നം എത്ര വലുതാന്നുള്ളത്. നമ്മുടെ ഈ അച്ചായനുണ്ടല്ലോ, അച്ചായൻ ഒരു കുടുംബത്തിന് വീട് വെച്ചു കൊടുത്തു. ഇത് സ്ഥിരം സംഭവിക്കുന്ന സാധനമാണ്. ഇതിനകത്ത് എന്താ പ്രത്യേകത നിങ്ങൾ ചോദിക്കും. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതാണ് അവരുടെ വീട്ടിലെ ബാത്റൂം. ഈ വീട്ടില് ഓല മേഞ്ഞ പുരയാണ് ഇവരുടെ. അതില് മേളിൽ നിന്ന് ഇവർ ഉറങ്ങുമ്പോഴത്തേനും തലയിലോട്ട് പാമ്പ് വന്ന് വീഴും. അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഈ അച്ചായനെ പോലെ ഒരാള് നല്ല അടച്ചുറപ്പുള്ള അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഒരു വീട് അവർക്ക് പണിത് കൊടുത്തത്. ആ കുടുംബത്തിന് ഇതിൽ നല്ലൊരു സാധനം കിട്ടാനേ ഇല്ല. എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത്. അത് പല ആൾക്കാർക്കും വെക്കാൻ പറ്റാത്തത് അവരെ കൊണ്ട് അത് സാധിക്കുന്നതിനും അപ്പുറമായിട്ടാണ്. പല ആൾക്കാർക്കും അടച്ചുറപ്പുള്ള വലിയ വീടെന്ന് പറയുന്നൊരു സ്വപ്നമാണ്. അങ്ങനെയുള്ള സമയത്താണ് അച്ചായൻ വന്നിട്ട് അച്ചായന്റെ ചെലവില് വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു വീട് പണിത് കൊടുത്തത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അച്ചായനെ പല കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിക്കാനെങ്കിലും ശ്രമിക്കുക. ആ കുടുംബത്തിന്റെ ഒരിക്കലും നടക്കത്തില്ല എന്ന് ചിന്തിച്ച ഒരു ആഗ്രഹത്തെയാണ് പുള്ളി നടത്തി കൊടുത്തത്. കൊള്ളാച്ച, അടിപൊളി, സൂപ്പർ.